പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ 2ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം. ലില്ലി ആൻഡ് ദ ബിയർ. Lily had a toy. It was a beautiful teddy bear. Its name was Bella. ലില്ലിക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. നോക്കിയേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെഡി ബിയർ. ആ ടെഡി ബിയറിൻ്റെ പേരെന്താണ്? ബെല്ല. Its name was Bella. One day, Lily found Bella missing. She felt sad. She searched it everywhere. എന്ത് ചെയ്തു? ഒരു ദിവസം എന്ത് പറ്റി? ലില്ലിയുടെ ബെല്ലേനെ കാണാനില്ല. നോക്കിക്കേ, ബെല്ല മിസ്സിങ് ആണ്. എന്ത് പറ്റി കാണും ബെല്ലയ്ക്ക്? നോക്കാം അല്ലേ. Lily found Bella's red cap near the gate. She saw the footprints of Big Bear there. അവിടെ ഒരു വലിയൊരു കരടിയുടെ കാൽപ്പാടുകൾ കണ്ടു. അതേപോലെ തന്നെ ലില്ലിയുടെ മിസ്സായ നമ്മുടെ ടെഡി ബിയറിൻ്റെ ഹാറ്റും അവിടെ കിടപ്പുണ്ട്, ക്യാപ്പ്. നോക്കിയേ, കണ്ടില്ലേ? അപ്പം ലില്ലി എന്ത് ചെയ്തു? ലില്ലി ഉടനെ തന്നെ ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല, ഞാൻ എൻ്റെ ബെല്ലയെ കണ്ടുപിടിക്കും. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. ലില്ലി എന്ത് ചെയ്തു? ലില്ലിയുടെ ബാഗിൽ കുറച്ച് കഴിക്കാൻ ബണ്ണും കുറച്ച് വെള്ളവും എടുത്തിട്ട് എന്ത് ചെയ്തു? അവൾ ആ ഫുഡ് പ്രിൻറ്റ്സ് നോക്കി അവൾ നടക്കാൻ ആരംഭിച്ചു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. Lily reached a forest nearby. She saw a big bear sitting under a tree. Bella was in its hand. അപ്പം അവിടെ എന്ത് ചെയ്തു? കാട്ടിലൊരു വലിയൊരു മരത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു കരടി ഇരിപ്പുണ്ട്. ആ കരടിയുടെ കയ്യിൽ എന്തുണ്ട്? ബെല്ലയുണ്ട്. ലില്ലിയുടെ മിസ്സിംഗ് ആയ ബെല്ല കയ്യിലുണ്ട്. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. എന്ത് പറഞ്ഞു? അതെൻ്റെ ടെഡിയാണ്, എനിക്ക് തിരിച്ചു താ. അപ്പോൾ കരടി എന്ന് പറഞ്ഞു, നോ, തരില്ല എന്ന് പറഞ്ഞു. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. എനിക്ക് എൻ്റെ എൻ്റെ ബെല്ലയെ തിരിച്ച് വേണം, ലില്ലി പറഞ്ഞു. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബിയർ. അപ്പോൾ ബിയർ നല്ല വലിപ്പശക്തനായ ഒരു കരടിയാണല്ലേ. ബിയർ എന്ന് പറഞ്ഞു, ഇത് ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് എടുക്കാമെങ്കിൽ എടുത്തോളൂ എന്നാര് പറഞ്ഞു? യെസ് ഐ വിൽ, ലില്ലി സെഡ് ബോൾഡ്ലി. ലില്ലി എന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എടുക്കും. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. ഷുവർ, സെഡ് ലില്ലി. അപ്പോൾ കരടി എന്ന് പറഞ്ഞു, നീ അത്രയ്ക്ക് ശക്തിയുണ്ടോ എന്ന് തെളിയിക്ക്. അപ്പം ലില്ലി എന്ത് പറഞ്ഞു? അതെ, ഞാൻ തെളിയിക്കാം, ഷുവർ, അത്രയ്ക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കരടി ഒരു വലിയൊരു കല്ലെടുത്തിട്ട് നല്ല കുറേ പീസുകളായിട്ട് പൊടിച്ചു കളഞ്ഞു. അപ്പം നോക്കിയേ, ഒരു വലിയ കല്ലെടുത്തിട്ട് ശക്തി തെളിയിക്കുകയാണ്. The bear took a stone. He crushed it into pieces. Look how strong I am. Can you do this? Challenged the bear. Of course, Lily said Lily. അപ്പോൾ ലില്ലി എന്ന് പറഞ്ഞു, ഒരു കല്ലെടുത്ത് നമ്മുടെ കരടിക്കുട്ടൻ എന്ത് ചെയ്തു? പൊട്ടിച്ച് ലില്ലിയെ പേടിപ്പിക്കുകയാണല്ലേ. അപ്പോൾ ലില്ലിയോട് ചോദിച്ചു, എത്ര ശക്തി ഉണ്ടെന്ന് നോക്ക്, എനിക്ക് എത്ര ശക്തി ഉണ്ടെന്ന്, നിനക്കിതുപോലെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ ലില്ലി എന്ത് ചെയ്തേ? ലില്ലി വളരെ ബുദ്ധിമതിയാണല്ലേ. ലില്ലി ഭയങ്കര ബുദ്ധിമതിയാണ്. ലില്ലി കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബന്നെന്ത് ചെയ്തു? ബന്നെടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തു. എന്ത് ചെയ്തു? ലില്ലി ഹാഡ് ആൻ ഐഡിയ. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. വാട്ടർ ഡ്രിപ്ഡ് ഡൗൺ ഫ്രം ഇറ്റ്. അപ്പം നിറച്ച് വെള്ളം കുതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്നിനെ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോകില്ലേ? നോക്കിക്കേ. അപ്പോൾ കരടി അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? നോക്കുമ്പോൾ കരടിയോട് പറഞ്ഞു, ലുക്ക്, ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, സെഡ് ലില്ലി. ഓ, ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ, ദ ബിയർ വാണ്ടഡ്. അപ്പം ബിയറിനെ പറ്റിച്ചു. ബിയറിനോട് പറഞ്ഞു, നോക്കിയേ, കല്ലിൽ നിന്ന് ഞാൻ വെള്ളം പിഴിഞ്ഞു. അപ്പം നമ്മുടെ ബിയർ ഓർത്തു, ശരിയായിരിക്കും, അവൾ എന്നെക്കാളും ശക്തിയായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ബിയർ പ്ലേഡ് അനദർ ട്രിക്ക്. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണികോംബ് ഓൺ എ റോക്ക്. ലുക്ക് ദെയർ, ബ്രിങ് ദാറ്റ് ഹണികോംബ് ടു മീ. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. അപ്പം ടെഡിക്ക് അടുത്ത ട്രിക്ക് നമ്പർ ആരെടുത്ത് ഇറക്കി? നമ്മളുടെ ലില്ലിയുടെ അടുത്ത് ഇറക്കി. ലില്ലിയുടെ ദൂരെ കാണും
കാണുന്ന ഒരു തേനീച്ചക്കൂട് കാണിച്ചിട്ട് പറഞ്ഞു, അതിനകത്തുള്ള അതിൻ്റെ തേനിൻ്റെ ഇത് കൊണ്ടുവരുവാണെങ്കിൽ, താഴെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് നിൻ്റെ ടെഡീനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലില്ലി എന്ത് ചെയ്തു? ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹെർ ബാഗ്. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവാർഡ്സ് ദ ഹണികോംബ്. അപ്പോൾ എന്ത് ചെയ്തു? അവളുടെ കയ്യിലൊരു തെറ്റാലി ഉണ്ടായിരുന്നു. ചെറിയ നമ്മൾ കല്ലൊക്കെ വെച്ച് നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടില്ലേ, നല്ല റബ്ബറിൻ്റെ അറ്റം, അതിൻ്റെ അത് ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവൾ വളരെ ഈസിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹണി ബീയുടെ കൂട്ടിലേക്ക് ഒറ്റയേറ്. നോക്കി എന്ത് പറ്റിയെന്ന്? ദ ഹണി കോം ഫെൽ ഡൗൺ. Sweet honey splashed all around. Hooray, honey! The bear threw the teddy away and rushed towards the honeycomb. But ബിയറിനൊരു പ്രശ്നമുണ്ട്. എന്താ? അത് തേന് വളരെ ഇഷ്ടമാണ്. തേനെന്ന് പറയുന്നതാണ് കരടിയുടെ ഏറ്റവും വലിയ ആഹാരം. അപ്പോൾ എന്ത് ചെയ്തു? ഈ തേനം കണ്ടതോടെ തൻ്റെ കയ്യിലുള്ള ടെഡി ബിയറിനൊക്കെ വലിച്ചെറിഞ്ഞ് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ഹണിക്കോമ്പിലെ തേൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്നു. അപ്പോൾ നോക്കുമ്പം ലില്ലിയോട് പറഞ്ഞെന്താ? തേൻ മുഴുവൻ എടുത്തുന്നിട്ട് പറഞ്ഞു, യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, ടേക്ക് യുവർ ടെഡി ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി സെഡ് ദ ബിയർ. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെന്റ് ഹോം ഹാപ്പിലി. അപ്പോൾ നമ്മുടെ ബിയർ എന്താ ചെയ്തേ? നീ എന്നെക്കാളും ശക്തിയാണ്, നീ നിൻ്റെ ടെഡീനെ എടുത്തോ, എനിക്ക് ഹണി തന്നതിന് വളരെ നന്ദി എന്നും നന്ദി പറഞ്ഞ് നമ്മളുടെ ബിയർ പോയി. ലില്ല വളരെ ഹാപ്പി ആയിട്ട് തൻ്റെ ബെല്ലേനെ കൂട്ടി വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ കറക്റ്റായിട്ട് കേട്ട് പഠിക്കണം. ഇത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ ലിങ്കിൽ നമ്മൾ ലില്ലി ആൻഡ് ദ ബിയറിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കേട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ.